വേദജ്യോതിഷ പ്രകാരം കന്നിരാശിയിലും തുലാം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് ചിത്തിര. ചൊവ്വയാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. ചിത്തിര നക്ഷത്രക്കാർ സാധാരണയായി ആകർഷകമുള്ള വ്യക്തിത്വമുള്ളവരും സർഗാത്മകതയും ഊർജ്ജസ്വലതയുള്ളവരുമായിരിക്കും. ഇവർക്ക് നല്ല സൗന്ദര്യബോധവും കലാപരമായ കഴിവുകളും ഉണ്ടാകും. കാര്യങ്ങൾ മനോഹരമായി അവതരിപ്പിക്കാനും ആസൂത്രണം ചെയ്യാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ധൈര്യം, നിശ്ചയദാർഢ്യം, കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള കഴിവ് എന്നിവ ഇവരുടെ സവിശേഷതകളാണ്. എന്നാൽ ചില സമയങ്ങളിൽ അമിത ധൈര്യവും എടുത്തുചാട്ടവും ഇവരുടെ സ്വഭാവത്തിൽ കണ്ടേക്കാം. നവംബർ മാസം ചിത്തിര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ പുരോഗതിയും തൊഴിൽ രംഗത്ത് പുതിയ വെല്ലുവിളികളും അവസരങ്ങളും നൽകുന്ന ഒരു മാസമായിരിക്കും. നിങ്ങളുടെ ചൊവ്വാഗ്രഹത്തിന്റെ സ്വാധീനം കാരണം ധൈര്യപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണത ഈ മാസം വർദ്ധിക്കും. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അമിത റിസ്കുകൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രോജക്റ്റുകൾക്ക് കൂടുതൽ സമയവും ഊർജ്ജവും ആവശ്യമായി വരും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട്. നിങ്ങളുടെ നേതൃഗുണം ഈ മാസം പ്രകടമാകും. അത് മേലധികാരികളുടെ ശ്രദ്ധ ആകർഷിക്കും. ചില ചിത്തിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ മാറ്റങ്ങൾ, പുതിയ ജോലി അല്ലെങ്കിൽ സ്ഥലമാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഇത് ആദ്യമൊക്കെ അല്പം അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. സഹപ്രവർത്തകരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും വിട്ടുവീഴ്ചയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ടീം വർക്കിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആശയവിനിമയ ശൈലിയിൽ ശ്രദ്ധിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ പങ്കാളിത്തങ്ങൾക്കോ നിക്ഷേപങ്ങൾക്കോ സാധ്യതയുണ്ട്. ക്രിയാത്മകമായ ആശയങ്ങൾ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. എന്നാൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻപ് വളരെ ശ്രദ്ധാപൂർവം ആലോചിക്കുക. മത്സരങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ നിലവാരം ഉയർത്താൻ ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ സമയമാണ്. എന്നാൽ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. നിങ്ങളുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചില ധനലാഭങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ, യാത്രകൾ, വിനോദങ്ങൾ എന്നിവയ്ക്കായി ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാതെ ശ്രദ്ധിക്കുക. മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ട് ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഓഹരി വിപണി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളിൽ ശ്രദ്ധാപൂർവം ഇടപെടുക. ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നല്ലതാണ്. വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് സഹായകമാകും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും. പുതിയ കടം വാങ്ങുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം പരിമിതപ്പെടുത്തുക. ഭാവിയിലേക്കുള്ള സമ്പാദ്യ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടിയന്തര ആവശ്യങ്ങൾക്കായി ഒരു നിശ്ചിത തുക മാറ്റിവെക്കുന്നത് നല്ലതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും. വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. 2025 നവംബറിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് ദാമ്പത്യത്തിലും കുടുംബജീവിതത്തിലും ഊഷ്മളമായ ബന്ധങ്ങൾക്കും ചില വൈകാരികമായ നിമിഷങ്ങൾക്കും സാധ്യതയുണ്ട്. ചൊവ്വയുടെ സ്വാധീനം കാരണം ചിലപ്പോൾ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ആഴത്തിലാകും. ഒരുമിച്ച് സമയം ചെലവഴിക്കാനും യാത്രകൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ഈ മാസം അവസരം ലഭിക്കും. പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. ചെറിയ വിഷയങ്ങളെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ക്ഷമയും സ്നേഹവും നിലനിർത്തുന്നത് ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ മാസം നല്ല ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വിവാഹിതരായ ദമ്പതികൾക്ക് ഒരുമിച്ച് പുതിയ ലക്ഷ്യങ്ങൾ നേടാനോ വീട് നിർമ്മാണം പോലുള്ള വലിയ പദ്ധതികൾ ആരംഭിക്കാനോ സാധിക്കും. ചിലപ്പോൾ ചെറിയ ഈഗോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ദാമ്പത്യത്തിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഇവയെ വിവേകത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമായിരിക്കും. ആഘോഷങ്ങളും ഒത്തുചേരലുകളും നടക്കാൻ സാധ്യതയുണ്ട്. പൂർവികരുടെ അനുഗ്രഹം ലഭിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. അവർക്ക് ആവശ്യമായ പിന്തുണയും പരിചരണവും നൽകുന്നത് നിങ്ങളുടെ കടമയായി കാണുക. അവരുടെ അനുഭവ സമ്പത്ത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. സഹോദരങ്ങളുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവ താൽക്കാലികമായിരിക്കും. പ്രശ്നങ്ങളെ തുറന്ന മനസ്സോട് സമീപിച്ചാൽ ബന്ധങ്ങൾ വഷളാകാതെ സൂക്ഷിക്കാം. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. അവരുടെ പഠന കാര്യങ്ങളിലും ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകുക. കുട്ടികളോടൊപ്പം കൂടുതൽ ക്രിയാത്മക കാര്യങ്ങളിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തുക. വീടിന്റെ നവീകരണത്തിനോ പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ ഈ മാസം സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ വിട്ടുവീഴ്ച മനോഭാവം വളർത്തുക. ചെറിയ കാര്യങ്ങളെ ചൊല്ലി വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. സ്നേഹബന്ധങ്ങൾക്ക് ഊന്നൽ നൽകുകയും പരസ്പരം പിന്തുണ നൽകുകയും ചെയ്യുക.
നവംബറിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ക്രിയാത്മകതയെ ആത്മീയ തലങ്ങളിലേക്ക് തിരിച്ചുവിടാൻ ഇത് നല്ല സമയമാണ്. ദിവസവും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും സമയം കണ്ടെത്തുക. ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തതയും വ്യക്തതയും നൽകും. സമ്മർദ്ദം കുറയ്ക്കാനും ആന്തരിക സമാധാനം കണ്ടെത്താനും ധ്യാനം സഹായിക്കും. നിങ്ങളുടെ ഇഷ്ടദേവതയെ ഭജിക്കുന്നത് ആത്മീയ ഉണർവിന് കാരണമാകും. ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ സുബ്രഹ്മണ്യ സ്വാമി, ഭദ്രകാളി എന്നിവരെ ഭജിക്കുന്നത് ഗുണകരമായിരിക്കും. മംഗളസ്തോത്ര ജപവും ക്ഷേത്ര ദർശനങ്ങളും ഉത്തമമാണ്. സ്വയം വിലയിരുത്താനും നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഈ മാസം നല്ലതാണ്. നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നത് ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. സത്യസന്ധതയും നീതിയും ഉയർത്തിപ്പിടിക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് മനസ്സിന് സന്തോഷം നൽകും. തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ട്. ഇത് പുതിയ അനുഭവങ്ങൾ നൽകും. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയ സംതൃപ്തി നൽകും. പാവപ്പെട്ടവരെ സഹായിക്കാനും സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനും ഈ മാസം അവസരം ലഭിക്കും. പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നത് അറിവ് വർദ്ധിപ്പിക്കാനും ആത്മീയപാതയിൽ മുന്നോട്ട് പോകാനും സഹായിക്കും. കല, സംഗീതം, സാഹിത്യം തുടങ്ങിയ ക്രിയാത്മക കഴിവുകളെ ആത്മീയവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക. ആത്മീയ വിഷയങ്ങളെ ആസ്പദമാക്കി ചിത്രങ്ങൾ വരയ്ക്കുകയോ പാട്ടുകൾ എഴുതുകയോ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കും. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിലൂടെയും പ്രകൃതിയുമായി ഇഴുകിച്ചേരുന്നതിലൂടെയും ആത്മീയമായ അനുഭൂതികൾ നേടാൻ സാധിക്കും. സമാന ചിന്താഗതിക്കാരായ ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും സഹായിക്കും. ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നത് നല്ലതാണ്. ആത്മീയ കാര്യങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കി യുക്തിസഹമായി ചിന്തിക്കുക. ആന്തരിക സമാധാനത്തിനും വ്യക്തിഗത വളർച്ചയ്ക്ക് ഊന്നൽ നൽകുക. ദയയും സ്നേഹവും സഹാനുഭൂതിയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ചിത്ര നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. നവംബറിൽ ചൊവ്വയുടെ സ്ഥാനം നിങ്ങളുടെ ഊർജ്ജസ്വലത, ധൈര്യം, നിശ്ചയദാർഢ്യം എന്നിവയെ സ്വാധീനിക്കും. ഇത് നിങ്ങളെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും ചിലപ്പോൾ അമിതമായ എടുത്തുചാട്ടത്തിനും ദേഷ്യത്തിനും കാരണമായേക്കാം. ചിത്ര നക്ഷത്രത്തിന്റെ ഒരു ഭാഗം കന്നിരാശിയിൽ വരുന്നത് കൊണ്ട് ബുധന്റെ സ്വാധീനം നിങ്ങളുടെ ബുദ്ധിശക്തി, ആശയവിനിമയ ശേഷി, വിശകലന കഴിവുകൾ എന്നിവയെ സ്വാധീനിക്കും. തൊഴിൽ രംഗത്തും വ്യക്തിബന്ധങ്ങളിലും ഇത് ഗുണകരമാകും. ചിത്തിരയുടെ മറ്റൊരു ഭാഗം തുലാം രാശിയിൽ വരുന്നത് കൊണ്ട് ശുക്രന്റെ സ്വാധീനം നിങ്ങളുടെ സൗന്ദര്യബോധം, കലാപരമായ കഴിവുകൾ, ദാമ്പത്യ ബന്ധങ്ങൾ എന്നിവയെ സ്വാധീനിക്കും. സന്തോഷകരമായ കുടുംബജീവിതത്തിന് ശുക്രൻ അനുകൂലമാകും. വ്യാഴത്തിന്റെ സ്ഥാനം നിങ്ങളുടെ ഭാഗ്യത്തെയും സാമ്പത്തിക കാര്യങ്ങളെയും സ്വാധീനിക്കും. ധനപരമായ കാര്യങ്ങളിൽ വിവേകപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ വ്യാഴം നിങ്ങളെ സഹായിക്കും. ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ചൊവ്വയുടെ സ്വാധീനം കാരണം ചെറിയ പരിക്കുകൾക്ക് സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോഴും യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. കൃത്യമായ വ്യായാമം ശീലമാക്കുക. എല്ലാ കാര്യങ്ങളിലും ക്ഷമയും സംയമനവും പാലിക്കുക. തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഒരു നല്ല ബന്ധം നിലനിർത്തുക. ആശയവിനിമയത്തിലെ പിഴവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം നല്ലതാണ്, എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും അതേസമയം അഹങ്കാരം ഒഴിവാക്കുകയും ചെയ്യുക. 2025 നവംബർ ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെയധികം സാധ്യതകളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു മാസമായിരിക്കും. നിങ്ങളുടെ ചൊവ്വാഗ്രഹത്തിന്റെ ഊർജ്ജസ്വലമായ സ്വാധീനം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഉത്തമമാണ്. സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിന് സ്ഥിരമായ പ്രയത്നവും ശ്രദ്ധയും ആവശ്യമാണ്. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടാനും ആത്മീയമായി വളരാനും ഈ മാസം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഏത് സാഹചര്യത്തിലും പോസിറ്റീവ് മനോഭാവം നിലനിർത്തുകയും കഠിനാധ്വാനം തുടരുകയും ചെയ്യുക. നിങ്ങളുടെ ഓരോ തീരുമാനത്തിലും ശ്രദ്ധയും വിവേകവും പാലിക്കുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കും. എല്ലാ വെല്ലുവിളികളെയും അവസരങ്ങളാക്കി മാറ്റി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.